പത്തനംതിട്ടയിൽ മഴക്കെടുതി തുടരുന്നു. ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ദുരിതബാധിതരുമായി നേരിട്ട് സംസാരിക്കും. പ്രസാദ് എം ജി ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ വലിയൊരു ദുരന്തമാണ് ഉണ്ടാക്കിയത്. ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ തുടരുകയാണോ അതോ മാറി നിൽക്കുന്ന അവസ്ഥയിലാണോ? മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെ പകല് മൊത്തം മഴയില്ലായിരുന്നു. നദിയിലെ ജലനിരപ്പ് വളരെ സാവധാനത്തിലാണ് താഴുന്നത്. അതുകൊണ്ട് പലയിടത്തും ഇതുവരെയും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ വെള്ളം വളരെ സാവധാനത്തിൽ ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നദിയിലെ ഒഴുക്ക് അല്പം ശമനമായിട്ടുണ്ട്. നേരത്തെ വളരെ ഈ ചെളിയും എക്കലും ഒക്കെ അടിഞ്ഞ് വളരെ ഭയാനകമായ രീതിയിലാണ് പമ്പ നിറഞ്ഞു കവിഞ്ഞൊഴിഞ്ഞത്. ഇപ്പോൾ വെള്ളം വളരെയധികം സാവധാനത്തിൽ താഴ്ന്നത് കൊണ്ട് ഈ ചെങ്ങന്നൂർ, കോഴഞ്ചേരി ആ മേഖലയിലെ ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വണ്ടികൾ ഒന്നും ഓടി തന്നെ ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് തിരുവല്ല, കോഴഞ്ചേരി ആ റോഡിലെയും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൈത്തോടുകളുണ്ട്. അപ്പർ കുട്ടനാടൻ തിരുവല്ല മേഖലയിലെ അവിടെയാണ് ഇപ്പോൾ മല്ലപ്പള്ളി തിരുവല്ല മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. കാരണം കിഴക്കു നിന്നും ഒഴുകി വന്നെത്തിയ ഈ വെള്ളം ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കാലാകാലങ്ങളിൽ അവിടെ തിരുവല്ല മേഖലയിൽ നിരവധി ചെറു തോടുകളുണ്ട്. നിരണം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന കോലറയാറ്, ഇരതോട്, കടപ്പ പഞ്ചായത്തിലെ ഉത്തരപ്പള്ളിയാറ്, ചെങ്ങന്നൂർ പഞ്ചായത്തിലെ ഉമ്മരപ്പള്ളിയാറ്, കൊറ്റൂരിലെ ചെറിയ ചെറിയ ജലാശയങ്ങൾ, ഇരതോടെ ഈ തോടുകളെല്ലാം പായലും പോടയും നിറഞ്ഞ് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഈ തോടുകളിലെ അവസ്ഥയെക്കുറിച്ചൊക്കെ വാർത്ത ചെയ്തതാണ്. പാളയും പോയലും അടിഞ്ഞതുകൊണ്ട് വെള്ളം സംഭരിക്കാനുള്ള ശേഷി കുറഞ്ഞിരിക്കുകയാണ്. നിലവിൽ അതുപോലെ തന്നെയാണ് ഈ പമ്പ നദി നിറഞ്ഞു കവിയുമ്പോൾ വെള്ളം സംഭരിക്കേണ്ട അപ്പർ കുട്ടനാട് മേഖലയിലെ പാടശേഖരങ്ങളും വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. അപ്പം ഈ പടിഞ്ഞാറ് മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പോൾ ഇവിടെ സംഭരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ ആറന്മുളയും റാന്നിയും ഉൾപ്പെടെയുള്ള പ്രാന്തപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലവിൽ തുടരുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രളയബാധിത പ്രദേശമായ റാന്നിയും ആറന്മുളയും സന്ദർശിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം ചിലപ്പോൾ ആറന്മുളയിലായിരിക്കും എത്തുക, അതല്ലെങ്കിൽ ആദ്യം റാന്നിയിലായിരിക്കും എത്തുക. റാന്നിയിൽ ഈ ഹെലികോപ്റ്ററിലാണോ അതോ കാർമാർഗമാണോ പുള്ളി ഈ സ്ഥലങ്ങളിൽ എത്തും നമുക്കറിയത്തില്ല. കാരണം പന്തളം മുതൽ വിവിധ ഈ ആറന്മുളയിലേക്ക് എത്തുന്ന ചെറു റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. അപ്പൊ അദ്ദേഹം പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കൂടി എത്തി റാന്നിയിലായിരിക്കും ആദ്യം എത്തുക. അവിടെ എത്തിയതിനു ശേഷം ആറന്മുള MLA അബിൻ വർക്കിയും റാന്നി MLA പഴകുളം മധു, ജില്ലയുടെ ചുമതലയുള്ള PC വിഷ്ണു എല്ലാം ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ എന്തൊക്കെയാണെന്നുള്ളോ നമുക്ക് തുടർന്ന് കാണാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ മഴ ഇന്നലെ രാത്രിയിൽ പകലും ഒന്നും മഴ മാറി നിന്നിട്ടില്ല. വെള്ളം വളരെ സാവധാനത്തിൽ ഇറങ്ങിയാണ്. നിലവിൽ വെള്ളം ഉള്ളിടത്തൊക്കെ പ്രളയബാധിത ദുരിതമായിട്ട് തന്നെ നിൽക്കുന്നു. ആളപായങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ മഴ ഉണ്ടായ ആദ്യഘട്ടത്തിൽ ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട കടന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ക്യാമ്പുകളിൽ നിന്ന് അടക്കമുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൂടിയെത്തുന്നത്. അങ്ങനെ ആണെങ്കിൽ ഏത് രീതിയിൽ കാണണം ഈ ഒരു സന്ദർശനത്തെ? 2018 ഈ പ്രളയ വരുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന സമയത്ത് ഇത്ര സമയത്ത് തന്നെ ഏതൊക്കെ ഡാമുകൾ തുറന്നു വിടുന്നുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് അറിയിക്കാൻ കഴിഞ്ഞിരുന്നു. ആ മുന്നൊരുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രളയബാധിത മേഖലകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ആഹാര പദാർത്ഥങ്ങൾ സംഭരിക്കാനും അവർക്ക് സുരക്ഷിത മേഖലകളിലേക്ക് അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ അന്ന് 2018 പ്രളയത്തിൽ നമുക്ക് കഴിയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച 2 ദിവസം മുമ്പ് ഈ പമ്പയാറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വള്ളസദ്യക്ക് എത്തുന്ന വള്ളങ്ങൾ പമ്പാ നദിയിലെ ജലത്തിൽ ഇല്ലാത്തത് കൊണ്ട് നദിയിൽ വടം വലിച്ചാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അത്രേ തന്നെ
വെള്ളം താഴ്ന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു അർദ്ധരാത്രി മണിക്കൂറുകൾ കൊണ്ടാണ് ഒരു നഗരവും ഒരു ഗ്രാമം മൊത്തം വെള്ളത്തിനടിയിലായ അവസ്ഥ. തുടർന്ന് ആ ഒരു മുന്നൊരുക്കത്തിന്റെ പാളിച്ച ഈ ക്യാമ്പുകളിലൊക്കെ എത്തിയ, പെട്ടെന്ന് വീടുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് എത്തുമ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകും. അവിടെ ഗ്യാസില്ല, വിറകില്ല, കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളില്ല, പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നുകളില്ല. ഇതൊക്കെ ക്യാമ്പുകളിൽ ക്രോഡീകരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള തന്നെ പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളൊക്കെ ഉച്ചയോടുകൂടി തന്നെ പരിഹരിക്കാനും കഴിഞ്ഞു. അതിന്റെ ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇന്ന തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ ചിലപ്പോൾ വൈകാരികമായി പ്രതികരിച്ച് പോയിരിക്കാം. എന്തെങ്കിലും കുറ്റമറ്റ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് പോലെ തന്നെ ഈ വീടുകളിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ കരുതൽ ഭക്ഷണ ശേഖരം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. കാരണം ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലേ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇവിടെ റോഡുകൾ മറ്റ് വീടുകളിലൊക്കെ എത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം അത് ക്യാമ്പുകളിൽ ഈ ബോട്ടിലും അല്ലെങ്കിൽ ചെറുവള്ളങ്ങളിലും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഒറ്റപ്പെട്ടു പോയ തുരുത്തിൽ കഴിയുന്നവർക്ക് കൂടി പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെയും ആവശ്യം. ശരി.